Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വില കൂടിയ ആഭരണങ്ങളുമായി തന്റെ കാറിന് സമീപത്തേക്ക് വന്ന വനിതയുടെ ശ്രദ്ധ തിരിച്ച് മോഷണം. 5 പേരെ കേസിൽ പ്രതി ചേർത്തതായി എസെക്സ് പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂൺ 21 വൈൻയാർഡ് കാർ പാർക്കിൽ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവമെന്ന് പോലീസ് പറഞ്ഞു. കാറിനടുത്തേക്ക് വരികയായിരുന്ന വനിതയെ ഒരു സംഘം ആളുകൾ സമീപിച്ച് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. പിന്നീട് ആ സംഘം പോയതിനു ശേഷമാണ് തന്റെ ആഭരണങ്ങൾ അടങ്ങിയ ബാഗ് കാണാതായ വിവരം ഈ വനിത അറിയുന്നത്. ഉടനടി ആ സംഘത്തിലെ ഒരാളുടെ സമീപത്തേക്ക് അവർ ഓടുകയും വഴിപോക്കരുടെ സഹായത്തോടെ അയാളെ പിടികൂടുകയുമായിരുന്നു. പ്രതികളിൽ ഒരാളെ പിടികൂടിയ ശേഷം വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തിയ ഉടൻ തന്നെ സംഘത്തിലെ മറ്റംഗങ്ങൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഏറ്റവും ചെംസ്ഫോർഡിന് സമീപത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയായിരുന്നു മറ്റുള്ളവരെ പിടികൂടിയത്. ആദ്യം കാർ യാത്രക്കാർ കുറ്റം നിഷേധിച്ചെങ്കിലും തുടർന്ന് കാറിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ ആഭരണങ്ങൾ ഉൾപ്പെടെ പലതും കണ്ടെത്തുകയായിരുന്നു. പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ വസതിയിൽ അതിക്രമിച്ചു കടന്നതിന് 4 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു. ജപ്പാന്റെ നയതന്ത്ര പ്രതിനിധികളുടെ സന്ദർശനത്തെ തുടർന്ന് പ്രധാനമന്ത്രി ലണ്ടനിൽ ആയിരുന്നപ്പോഴാണ് സംഭവം നടന്നത്. നോർത്ത് യോർക്ക്ഷയറിലെ കിർബി സിക്സ്റ്റണിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് 4 പേർ അതിക്രമിച്ചു കയറിയത്. വീടിനുള്ളിൽ പ്രവേശിച്ച് അധികം താമസിയാതെ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തതായാണ് പോലീസ് അറിയിച്ചത്. അറസ്റ്റിലായവർ പാലസ്തീൻ അനുകൂല യൂത്ത് ഡിമാൻഡ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ്. കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ഇസ്രയേൽ അനുകൂല പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന ആവശ്യമാണ് സംഘടന പ്രധാനമായും ഉന്നയിക്കുന്നത്. അറസ്റ്റിലായ 3 പേർ സംഘടനയുടെ സജീവ പ്രവർത്തകരും 4-മൻ ഫോട്ടോഗ്രാഫറുമാണ്. ലണ്ടൻ, ബോൾട്ടൺ, മാഞ്ചസ്റ്റർ, ചിച്ചെസ്റ്റർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം സമാനമായ ഒരു സംഭവത്തിൽ പ്രധാനമന്ത്രിയും കുടുംബവും അവധി ആഘോഷിക്കാൻ കാലിഫോർണിയയിലായിരുന്ന സമയത്ത് പ്രതിഷേധക്കാർ വസതിയിൽ കയറി ബാനർ ഉയർത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സ്പെയിനിൽ കാണാതായ 19 വയസ്സുകാരനായ ബ്രിട്ടീഷ് യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായതായുള്ള സൂചനകൾ ഒന്നുമില്ലാത്തത് കടുത്ത ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ജെയ്സ്ലേറ്ററിനായുള്ള തിരച്ചിൽ 10ാം ദിവസം പിന്നിടുകയാണ്. നിലവിലെ അന്വേഷണത്തിന് പുരോഗതിയില്ലാത്തതുകൊണ്ട് പരിശീലനം ലഭിച്ച പ്രത്യേക നായ്ക്കളെ സ്ഥലത്തെത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. യുവാവിന്റെ മൊബൈലിലെ സിഗ്നലുകൾ അവസാനം കണ്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് പോലീസ് അറിയിക്കുന്നു. ഇവിടേക്ക് പരിശീലനം ലഭിച്ച പ്രത്യേക നായ്ക്കളെ മാഡ്രിഡിൽ നിന്ന് എത്തിച്ച് തിരച്ചിൽ നടത്താനാണ് പോലീസ് പദ്ധതി തയ്യാറാക്കുന്നത്. ജെയെ കണ്ടെത്താൻ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് സാന്റികോ ഡെൽ ടൈഡിലെ മേയർ എമിലിയോ നവാരോ പറഞ്ഞു. തന്റെ ഫോൺ 1% മാത്രം ബാറ്ററി ബാക്കപ്പ് ഉള്ളുവെന്നും തനിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടെന്നും ജെയ് സ്ലേറ്റർ അവസാനമായി തന്റെ കൂട്ടുകാരിക്ക് അയച്ച സന്ദേശമാണ് പോലീസിന് അവന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അവസാന സൂചന. ലെസ്റ്റർ ഈസ്റ്റിലെ സീറ്റിൽ നിന്നും ഇക്കുറി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ ഉറപ്പിച്ചാണ് മുൻ MP കീത്ത് വാസിന്റെ പോരാട്ടം. ഭരണം പിടിക്കുമെന്ന് കരുതുന്ന ലേബർ പാർട്ടി തങ്ങളുടെ മുൻ MPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതിനാൽ വാസിന് ഇത് ഗുണം ചെയ്യുമെന്നാണ് ആരോപണം. പദവിയിലിരിക്കവേ ലൈംഗിക മയക്കുമരുന്ന് ആരോപണങ്ങളിൽപ്പെട്ട് നാണം കെട്ട് പുറത്തായെന്ന വസ്തുത മുന്നോട്ട് വയ്ക്കാൻ ലേബർ പരാജയപ്പെടുന്നതായി ലേബറിന്റെ ലെസ്റ്റർ മേയർ പീറ്റർ സാൾസ്ബേ പറയുന്നു. തന്റെ പാർട്ടിയുടെ ഈ സുഖിപ്പിക്കൽ പരിപാടിയിൽ നിരാശയും രോഷവുമുണ്ടെന്ന് പീറ്റർ സാൾസ്ബേ വ്യക്തമാക്കി. ഇതുവഴി മുൻ യൂറോപ്പ് മന്ത്രിക്ക് തന്റെ ലെസ്റ്റർ ഈസ്റ്റിലെ മുൻ സീറ്റ് തിരികെ ലഭിക്കാനുള്ള അവസരവും ലഭിക്കും. 2022 ഹിന്ദു മുസ്ലിം കലാപങ്ങളിൽപ്പെട്ട വൈവിധ്യാത്മകമായ മേഖലയിൽ നിന്നും ലെസ്റ്റർ സ്ഥാനാർത്ഥിയായാണ് 67-കാരനായ വാസ് മത്സരിക്കുന്നത്. ബോളിവുഡ് താരമായ ശില്പ ഷെട്ടി കഴിഞ്ഞ വീക്കെൻഡിൽ വാസിനൊപ്പം പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. 32 വർഷക്കാലം ഈ സീറ്റിൽ നിന്നും ലേബർ MP ആയിരുന്ന കീത്ത് വാസ് ലൈംഗിക തൊഴിലാളികൾക്ക് കൊക്കൈൻ വാങ്ങി നൽകിയതിന്റെ പേരിലും സ്റ്റാൻഡേർഡ്സ് കമ്മീഷന്റെ അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തിയതിനും 6 മാസം ഹൗസ് ഓഫ് കോമൺസിൽ നിന്നും വിലക്ക് നേരിട്ടിരുന്നു. 2 ആഴ്ച മുൻപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴും കീത്ത് വാസ് ലേബർ പാർട്ടി അംഗമായിരുന്നു. സ്വതന്ത്ര MP ക്ലോഡിയ വെബയ്ക്ക് എതിരെയാണ് ഇവിടെ മത്സരം. ലണ്ടൻ ഡെപ്യൂട്ടി മേയർ രാജേഷ് അഗർവാളാണ് ലേബർ സ്ഥാനാർത്ഥി. ഇനി നാട്ടിലെ വാർത്തകൾ. 18ാം ലോക്സഭയുടെ സ്പീക്കറായ ഓം ബിർളയെ തിരഞ്ഞെടുത്തു. ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് നടപടിക്രമങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് പ്രമേയം അംഗീകരിച്ച് ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. ആദ്യ പ്രമേയം പാസ്സായതിനാൽ മറ്റ് പ്രമേയങ്ങൾ വോട്ടിന് പരിഗണിച്ചില്ല. ഇത് 2ാം തവണയാണ് ഓം ബിർള തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വഹിച്ച ആദ്യ ദൗത്യമായിരുന്നു ഇത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് വിലവർദ്ധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചാണ് സമരം. 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകണമെന്നും ബസ് ഉടമകൾ പറയുന്നു. ഗതാഗത വകുപ്പിന് മുൻപാകെ ആവശ്യമെത്തിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം സമരത്തിന്റെ തീയതി തീരുമാനിക്കുമെന്നും ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന. ഇനി സ്പോർട്സ് വാർത്തകൾ. T20 ലോകകപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാവുകയാണ്.
സൂപ്പർ 8-ലെ 2 ഗ്രൂപ്പുകളിൽ നിന്ന് ആദ്യ 2 സ്ഥാനങ്ങളിലെത്തിയവരാണ് സെമിയിലേക്ക് പ്രവേശിച്ചത്. ഗ്രൂപ്പ് 1-ൽ നിന്ന് ചാമ്പ്യന്മാരായി ഇന്ത്യയും 2ാം സ്ഥാനക്കാരായി അഫ്ഗാനിസ്ഥാനും സെമിയിലെത്തി. ഗ്രൂപ്പ് 2-ൽ നിന്ന് ദക്ഷിണാഫ്രിക്ക 1-ാമതായും ഇംഗ്ലണ്ട് 2-ാമതായും സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് നടക്കുന്ന 1-ാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും, രാത്രി 8 മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ പലതവണ വില്ലനായെത്തിയ മഴ കളി മുടക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് റിസർവ് ദിനമടക്കം പല നിയമങ്ങളും ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, സ്ലൊവേനിയ എന്നിവർ യൂറോ 2024 റൗണ്ട് ഓഫ് 16 എത്തിയപ്പോൾ ഗ്രൂപ്പ് സിയിലെ 3 മത്സരങ്ങൾ ചൊവ്വാഴ്ച ഗോൾ രഹിതമായി അവസാനിച്ചു. കൊളോൺ സ്റ്റേഡിയത്തിൽ സ്ലൊവേനിയൻ ഗോളി ജോൺ ഒബ്ലാക്കിന്റെ സുപ്രധാന സേവുകളുടെ പിൻബലത്തിൽ സ്ലൊവേനിയക്കെതിരെ ഇംഗ്ലണ്ട് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. മ്യൂണിച്ച് ഫുട്ബോൾ അരീനിയൻ അവരുടെ കീപ്പർ പ്രെഡ്രാക് രാജ്കോവിച്ചിന്റെ നിരവധി സേവുകൾ ഉപയോഗിച്ച് സ്കോർ പ്രതിരോധിച്ച സെർബിയയും ഡെൻമാർക്കിനെ 0-0 സമനിലയിലാക്കി. ഗ്രൂപ്പ് സിയിൽ 5 പോയിന്റുമായി ഇംഗ്ലണ്ട് 1-ാമതെത്തിയപ്പോൾ ഡെൻമാർക്ക് തൊട്ടുപിന്നിലും സ്ലൊവേനിയ 3 പോയിന്റുമായി ഗോൾ വ്യത്യാസമില്ലാതെ 3-ാം സ്ഥാനത്തുമാണ്. 2 പോയിന്റുമായി 4-ാം സ്ഥാനത്തുള്ള സെർബിയയ്ക്ക് യോഗ്യത നേടാൻ ആയില്ല. ഡെൻമാർക്ക് 16-ാം റൗണ്ടിൽ ജർമ്മനിയെ നേരിടും. ഇംഗ്ലണ്ടും സ്ലൊവേനിയയും തങ്ങളുടെ വരാനിരിക്കുന്ന എതിരാളികളെ നിർണ്ണയിക്കാൻ മറ്റ് ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കണം. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.76 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും അടുത്ത മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.